നമസ്കാരം. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സ്കൂളാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1897 സ്ഥാപിതമായ ഒരു സ്കൂളാണ്. ഇത് മാന്നാറാണ്, മാന്നാർ ജംഗ്ഷനിൽ. ഇതൊരു മാനേജ്മെൻറ്റ് സ്കൂളാണ്. സിറിയൻ MD LPS മാന്നാർ. വളരെ മനോഹരമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സ്കൂളാണ്. എനിക്കിത് കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി. വളരെ നല്ല ചിത്രപ്പണികളും എല്ലാം ഉണ്ട്. നമുക്ക് ആ സ്കൂളിലേക്കൊന്ന് കയറാം. സർ നമസ്കാരം. ഇത് നമ്മുടെ സ്കൂളിലെ സാറേ പേര് വിപിൻ. ഇവിടെ SSC കൺവീനറാണ്. അപ്പോൾ നമുക്ക് ഈ സ്കൂൾ ജസ്റ്റ് ഒന്ന് കാണാം. ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ വളരെ കൗതുകമായിട്ട് തോന്നി. വളരെ മനോഹരമായ ഒരു സ്കൂള്. ഇത് HM ആണ്. എൻ്റെ പേര് അനിലാണ്. ഞാൻ ഈ പൊതുവിദ്യാഭ്യാസം ഇടപെടുന്ന ഒരാളാണ്. പരിഷത്തിൻ്റെ ആളായിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ നല്ല കൗതുകമായിട്ട് തോന്നി. നല്ല മനോഹരമായി ചെയ്തിരിക്കുന്നു. കുട്ടികൾ 63 കുട്ടികൾ കുറവായിരുന്നു. ഇപ്പം നല്ല കുട്ടികളായി. അതെ, ഈ സ്കൂളിൽ അതെ വളരെ ആത്മാർത്ഥമായ ശ്രമത്തിലൂടെ കുട്ടികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതിൻ്റെ പുറത്ത് ഇതിൻ്റെ പിക്ചർ കണ്ടപ്പോൾ വളരെ മനോഹരമായ പിക്ചറാണ്. വലിയ കൗതുകം തോന്നി. അങ്ങനെയാണ് ഞാൻ പ്രത്യേകിച്ച് ഇവിടേക്ക് വന്നത്. അപ്പം ഇത് ഈ ചിത്രം തന്നെ വളരെ ഫേമസ് ആയ ഒരു ചിത്രമാണ്. ഇത് വരച്ചിരിക്കുന്നത് സാർ പേര് വിപിൻ എന്ന ആർട്ടിസ്റ്റാണ്. അദ്ദേഹം KSRTC വർക്ക് ചെയ്യുന്ന ആൾ കൂടിയാണ്. ഇത് മറ്റൊരു ആളുടെ പടം ആണ്. അദ്ദേഹമാണ് ചെയ്തത്. ഡാവിഞ്ചി സുരേഷ് എന്ന് പറഞ്ഞ ആളുടെ പടം കടമെടുത്ത് ചെയ്താണ്. വളരെ മനോഹരമായി അദ്ദേഹം ചെയ്തിരിക്കുന്നു. ഇതെൻ്റെ പ്ലേ സ്കൂള് ഒന്ന് കാണാം. എവിടെ സാർ? ഇനി അടുത്ത് വളരെ മനോഹരമായി. സാർ തന്നെയാണ് ഈ ചിത്രം വരച്ചത്. ഗംഭീരമായിരിക്കുന്നത് കണ്ടില്ലേ? വളരെ മനോഹരമായി ചിത്രങ്ങളൊക്കെ ചെയ്ത് വളരെ നല്ല ഹൈജീനിക്കായിട്ടാണ് ഇട്ടിരിക്കുന്നത്. സാധാരണ നമ്മുടെ സ്കൂളുകളിൽ ഇത് പഴയ കെട്ടിടമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെങ്കിലും ഒട്ടും മാലിന്യങ്ങളൊന്നുമില്ലാതെ വളരെ ഹൈജീനിക്കായിട്ട് നന്നായി മോഡിഫിക്കേഷൻ നടത്തി ഷീറ്റിൻ്റെ അടിയിലെല്ലാം സീൽ ചെയ്ത് വളരെ മനോഹരമായ ഒരു കെട്ടിടമാണ്. യഥാർത്ഥത്തിൽ ഈ കോടിക്കണക്കിന് രൂപയെ മുടക്കിയുള്ള കോൺക്രീറ്റ് ബിൽഡിങ്ങിനേക്കാൾ ഒരുപക്ഷെ സുരക്ഷിതമായി ഇത്തരം നന്നായി ചെയ്യാമെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായി നമ്മൾ നോക്കാമെങ്കിൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ മതിയാകും. എന്നിട്ട് അതിൻ്റെ ഉള്ളടക്കം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാനും അങ്ങനെ ഒരു ചിന്താഗതിക്കാരനാണ്. നമുക്ക് ബാക്കിയൂടെ ജസ്റ്റ് ഒന്ന് കാണാം. നല്ല ഫർണിച്ചറും എല്ലാം വളരെ മനോഹരമായ നല്ലൊരു അന്തരീക്ഷമാണ്. ഫാനുണ്ട്, ചൂടടിക്കില്ല. യഥാർത്ഥത്തിൽ കോൺക്രീറ്റ് ബിൽഡിങ്ങിനേക്കാൾ പ്രൊജക്ടറുണ്ട്. എല്ലാ സംവിധാനവും ഉണ്ട് കേട്ടോ. വളരെ സംഗതി ഉള്ളടക്കം മെച്ചമാണ്. പക്ഷെ പുറമെ നമ്മളൊക്കെ പണ്ട് പഠിച്ച അതേ സ്കൂൾ തന്നെ. ഉള്ളടക്കമാണ് പ്രധാനം. കുട്ടികളെ നന്നായി പഠിപ്പിക്കുക. ഇംഗ്ലീഷ് മീഡിയം മാത്രമേ ഉള്ളൂ അല്ലേ സാറേ? ഇവിടെ എല്ലാം ഇംഗ്ലീഷ് മീഡിയം മാത്രമേ ഉള്ളൂ. അതതിൻ്റെ ഒരു പ്രത്യേകത. എന്തോ ടീച്ചറോട് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. പ്രധാന അധ്യാപികയാണ് ടീച്ചറെ. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. ഇത് കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളാണ്. ഓക്കെ. നേരത്തെ ഒട്ടും കുട്ടികളില്ലാതെ കൂട്ടിപ്പോകുന്ന ഒരവസ്ഥയിലായിരുന്നു. അവിടുന്ന് മാനേജ്മെന്റൊക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങളിപ്പം അത്യാവശ്യം ഇക്കണോമിക് ആക്കാനുള്ള ഒരു പരിശ്രമത്തിലേക്കാണ്. അതിന് പ്രത്യേകിച്ച് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, അതുപോലെ SSC കൺവീനർ, ഇവരെല്ലാം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. നല്ല സപ്പോർട്ടുണ്ട്. ഓക്കെ. ഇവരുടെയൊക്കെ നല്ലൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് മികച്ച രീതിയിൽ. അതുപോലെ തന്നെ കൂടുതലുള്ള അധ്യാപകരാണെങ്കിലും ഞങ്ങൾ വ്യത്യസ്തങ്ങളായ ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം പൂർണ്ണ സപ്പോർട്ടോടെ നല്ലൊരു ടീം അധ്യാപകരെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് നല്ല രീതിയിൽ ഈ ഏരിയയിൽ തന്നെ ഈ സ്കൂളിന് നല്ലൊരു മതിപ്പുണ്ട്. സ്കൂൾ ബസ് ഉണ്ട്. മറ്റ് ജനപ്രതിനിധികളെല്ലാം നല്ല കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നല്ലൊരു സപ്പോർട്ട് ഈ ഏരിയയിലുള്ളവരാണെങ്കിലും നല്ലൊരു സപ്പോർട്ട്. ഇപ്പോൾ ഓണാഘോഷം നടക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ ഈ ഏരിയയിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്
ഓണാഘോഷം വെള്ളിയാഴ്ച നടത്താൻ പോകും. ഓക്കെ. അങ്ങനെ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. തീർച്ചയായും ആ ഒരു സപ്പോർട്ട് ഞങ്ങൾ നേടിക്കൊണ്ടാണ്. ഓക്കെ. ഓക്കെ, ഇതാണ് നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ വളരെ വൃത്തിയായിട്ടാണ് ഇവിടെ എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ചെളിയൊന്നും പറ്റാതെ വളരെ മനോഹരമായി നല്ല രീതിയിൽ എന്ത് അടുക്കും ചിട്ടയോടും ഒരു ചെസ്സിൻ്റെ കരുക്കൾ പോലെ അതിൽ നല്ല കൃത്യമായി അടുക്കി വെച്ചതുപോലെ വളരെ കൃത്യമാണ്. കണ്ടില്ലേ, ഭക്ഷണം എപ്പോഴുണ്ട്, എന്ത് വൃത്തിയാണെന്ന് നോക്കി. ഇത് പിന്നെ ചെയ്തിരിക്കുന്നത് സംഗതി ഇത്രയും മതി. സാധാരണ കെട്ടിടങ്ങൾ മതി, കെട്ടിടത്തിലല്ല. കാരണം കാര്യം വളരെ മനോഹരമായ രീതിയിൽ എല്ലാം ഒരുക്കിയിരിക്കുന്നു. കണ്ടില്ലേ, വളരെ മനോഹരമായി, വളരെ ഹൈജീനിക്കാണ്. ഒരു അപകടവും വരാത്ത രീതിയിലാണ് ഇവിടെ എല്ലാം സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. മൊത്തം മെറ്റിൽ ചല്ലി പാകി പാറയൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട്. എന്തായാലും ഈ സ്കൂള് മാനേജ്മെൻറ്റ് സ്കൂളെന്ന് പറഞ്ഞാൽ സർക്കാർ സ്കൂളിന് സമമാണ്. കാര്യം നമ്മുടെ നികുതി പണത്തിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപകർ നല്ല ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇവിടെ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിനെ സംബന്ധിച്ചെന്ന് പറയാനുള്ളത്. ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിലേക്ക് ഒരു നല്ലൊരു സ്കൂൾ വളരെ മനോഹരമായി അതിലെ എല്ലാ അധ്യാപകരും അതുപോലെ അനധ്യാപകരുമായ ആളുകൾ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ആണ് ഇവിടെ പറയുവാനുള്ളത്. അതുകൊണ്ട് ഇവിടെ വളരെ മനോഹരമായ ചിത്രങ്ങൾ ഈ കുട്ടികൾക്ക് എപ്പോഴും വളരെ കൗതുകമായിട്ട് തോന്നുന്ന വളരെ നല്ല ചിത്രങ്ങൾ, നല്ല കുഞ്ഞു മക്കൾ കണ്ടില്ലേ, എല്ലാവരും നല്ല ഇതായിട്ടുണ്ട്. കുറച്ച് പേർ ഉറങ്ങുന്നുണ്ട്. ഞാൻ കുറേ വർഷമായിട്ട് ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുള്ള ആൾ എന്നുള്ള നിലയിൽ വളരെ ഇഷ്ടം തോന്നിയതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഇതാണ് ഓഫീസ്. എവിടെ കണ്ടില്ലേ, വളരെ മനോഹരമായ ചിത്രങ്ങൾ. ഒരു നല്ല കളർഫുൾ സിനിമ കാണുന്നതിൻ്റെ ഒരു എഫക്റ്റാണ്. കണ്ടില്ലേ, ഏറ്റവും കളറാക്കുന്ന ഈ കുഞ്ഞുങ്ങളാണ്. ഓരോ ചിത്രങ്ങളും വളരെ മനോഹരമായിരിക്കും. അധ്യാപകർ പൂർവ്വകാല അധ്യാപകരാണ്. ഇവരെല്ലാം ഈ നാടിന് വേണ്ടി സേവനം ചെയ്ത വ്യക്തികളാണ്. വലിയൊരു വരുന്ന തലമുറയെ വാർത്തെടുക്കുന്നതിൻ്റെ തുടക്കം ഇവിടെയാണ്. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടത് ചെറിയ കുട്ടികളെ നോക്കുന്നവരെ കാണുന്നതാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം വലിയ ത്യാഗമാണ് അവരെ നോക്കുക എന്നത്. അത് കൃത്യമായിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇരിപ്പിടങ്ങളെല്ലാം ഇത്രയും വൃത്തിയായിട്ട് ഒരല്പം പോലും ഒരു സ്മെല്ലില്ലാതെ വളരെ മനോഹരമായി ഒരു ക്ലീനാണ്. ഈ തറയെല്ലാം ക്ലീനാണ്. സാധാരണ നമ്മൾ സ്കൂളിൻ്റെ അന്തരീക്ഷമല്ല, എല്ലാം ടൈല് പാകി വളരെ മനോഹരമായിട്ട് ഒരു സ്മെല്ല് പോലും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് സ്കൂളിൽ പോകുന്നതാണ്, എല്ലായിടത്തും വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, കുട്ടികളൊക്കെ ചെറിയ കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിലേക്ക് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇതുപോലെ നമ്മുടെ ഓരോ സ്കൂളുകളും നമ്മുടെ നാട്ടിൽ ഉയർന്നു വരട്ടെ. നാട്ടുകാരുടെ നല്ല സപ്പോർട്ടുണ്ട്, അധ്യാപകരുടെ ഉണ്ട്, അനധ്യാപകരുടെ ഉണ്ട്, അതുപോലെ PTA കമ്മിറ്റിയുണ്ട്. എല്ലാവരെയും സഹകരിപ്പിച്ച് വളരെ നല്ല രീതിയിൽ ഈ സ്കൂൾ പ്രവർത്തിക്കുകയാണ്. ഈ ടീച്ചർക്ക്, പ്രധാന അധ്യാപികയ്ക്ക് നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ ചിത്രങ്ങളൊക്കെ ഇവിടെ വരച്ച് മനോഹരമാക്കിയ സ്കൂൾ സപ്പോർട്ടിംഗ് കൺവീനറായ നമ്മുടെ ചേട്ടൻ വിപിൻ പി നാഥ് എന്ന ഇദ്ദേഹം വലിയൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവരാണ് നമ്മുടെ നാടിൻ്റെ അവകാശികൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. ഇത് ഞാനിപ്പോൾ മാന്നാർ ജംഗ്ഷൻ പള്ളി മുട്ടേൽ സ്കൂളെന്നാണ് ഇത് അറിയപ്പെടുന്നത്. മാനേജ്മെൻറ്റ് സ്കൂളാണ്. അവിടെ നിന്നും ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ.